മെമ്മറി ക്ലാസിഫിക്കേഷൻ. മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെമ്മറി എന്ന് പറയുന്നത് അല്ലേ. അത് ഒരു മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ബേസിക് കമ്പോണൻ്റ് ആണ് മെമ്മറി. ബൈനറി ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റയെയും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രോസസ്സർ യൂസ് ചെയ്യുന്നതാണ് എന്ത്, മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെമ്മറീനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. മെയിൻ മെമ്മറിയെ തന്നെ പ്രൈമറി മെമ്മറി എന്ന് പറയും. അപ്പോൾ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി അങ്ങനെയും പറയാം. ഈ പ്രൈമറി മെമ്മറിയെ പറയുന്ന പേരാണെന്ത്, മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി മെയിൻ മെമ്മറീസിൽ വരുന്നതാണ് റാം ആൻഡ് റോം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. റാം എന്ന് പറഞ്ഞാൽ എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി മെമ്മറി. റാമിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും, എന്നാൽ റോം ആണെങ്കിലോ റീഡ് ചെയ്യാൻ മാത്രം സാധിക്കുന്ന ടൈപ്പ് മെമ്മറിയാണ് റോം, റീഡ് ഓൺലി മെമ്മറി. ദെൻ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറീസിൽ വരുന്നതാണ് മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്ക്, പെൻ ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്, സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്നതാണ്. മെമ്മറി ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ രജിസ്റ്റേഴ്സും ഉണ്ട്. രജിസ്റ്റർ എന്താണെന്ന് നമ്മൾക്കറിയാം. എന്താണ്, ടെമ്പററി സ്റ്റോറേജിന്, അതായത് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് രജിസ്റ്റേഴ്സ് ആവശ്യമാണ് അല്ലേ. ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, രജിസ്റ്റേഴ്സ്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, മെമ്മറി ഉണ്ടാക്കിയിട്ടുള്ളത്. മെമ്മറി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് രജിസ്റ്റേഴ്സ്. ഓരോ രജിസ്റ്റർ എന്ന് പറയുന്നതും എന്താണ്, ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണല്ലേ, ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്താണ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ബിറ്റ്സ് ആയിട്ടാണ് അല്ലേ. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ബിറ്റ്സ് ആയിട്ടാണ്. അതും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്ത് ബിറ്റ്സ് ആയിട്ട് ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി സെൽസ് എന്ന് പറയാം. ഫ്ലിപ്പ് ഫ്ലോപ്സിനെ മെമ്മറി സെൽസ് എന്ന് പറയാം. പിന്നെ ഈ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സിന് പറയുന്ന പേരാണ് മെമ്മറി വേർഡ് എന്ന്. കൂടാതെ മെമ്മറി ചിപ്സും അവൈലബിൾ ആണ്. വേർഡ് സൈസിൽ, വേരിയസ് വേർഡ് സൈസിൽ മെമ്മറി ചിപ്സ് അവൈലബിൾ ആണ്. യൂസറിന് മെമ്മറി പ്രോഗ്രാം ഹോൾഡ് ചെയ്യാനും ഡാറ്റ സ്റ്റോർ ചെയ്യാനും, അതായത് ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിന് എന്ത് ചെയ്യാം, മെമ്മറി യൂസ് ചെയ്യാം. ഒരു മെമ്മറി ചിപ്പിനകത്ത് എല്ലാ രജിസ്റ്റേഴ്സും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് സീക്വൻസ് ആയിട്ടായിരിക്കും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മെമ്മറീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും, മെമ്മറി അഡ്രസ്സ് യൂസ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഒരു ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ കിടക്കുന്ന അഡ്രസ്സ് ഏതാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ആ അഡ്രസ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സ് അറിഞ്ഞാലാണ് എന്ത് കിട്ടുക, നമുക്ക് ആവശ്യമായ ഡാറ്റ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ, ആ മെമ്മറി അഡ്രസ്സിൻ്റെ ബേസിൽ മെമ്മറിയെ നമ്മൾ ഒരു സ്റ്റാക്ക് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കാറ്. ദെൻ ഇതാണ് മെമ്മറി ക്ലാസിഫിക്കേഷൻ വരുന്നത്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിയിൽ തന്നെ റോമും ഉണ്ട്, റാമും ഉണ്ട്. റോമിൽ വരുന്നതാണ് പി റോം, പ്രോഗ്രാമബിൾ റോം. ഇ പി റോം, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഇ പി റോം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അതുപോലെ റാമിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, എസ് റാം ആൻഡ് ഡി റാം. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം. അതുപോലെ സെക്കൻഡറിയിൽ തന്നെ എച്ച് ഡി ഡി, എഫ് ഡി ഡി, ഡി വി ഡി, പെൻ ഡ്രൈവ്, ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, ഡി വി ഡി, പെൻ ഡ്രൈവ് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മെമ്മറിയെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും പറഞ്ഞിട്ടാണ്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മെയിൻ മെമ്മറിയാണ്. അതായത് മെയിൻ മെമ്മറിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, എന്താണ്, ഹൈ കോസ്റ്റും ആണ്, കപ്പാസിറ്റി കുറവായിരിക്കും, സ്റ്റോറേജ് കപ്പാസിറ്റി കുറവായിരിക്കും, പക്ഷേ ഫാസ്റ്റ് ആയിരിക്കും. അതായത് ഡാറ്റ ട്രാൻസ്ഫറൊക്കെ നല്ല ഫാസ്റ്റായിട്ട് നടക്കും, പക്ഷേ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിൻ്റെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും.
കൂടാതെ മെയിൻ മെമ്മറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷേ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് എന്തായിരിക്കും, ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റാണ്. അതാണ് മെയിൻ മെമ്മറിയുടെ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൂടാതെ പ്രോസസ്സറിന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. CPU-ന് ഡയറക്റ്റായിട്ട് മെയിൻ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാം, ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സെക്കൻഡറി മെമ്മറി ആണെങ്കിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് ആക്സസ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു 2 കാര്യങ്ങളാണ് മെയിൻ മെമ്മറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ മെമ്മറിനെ കുറിച്ച് പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് കറണ്ട് ഇല്ല അല്ലെങ്കിൽ നമ്മൾ പവർ ഓഫാക്കി കഴിഞ്ഞാൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് എന്ത് ചെയ്യും, നഷ്ടമാവും. മെമ്മറിയിലുള്ള കണ്ടൻറ്റ് എന്താവും, നഷ്ടമാവും. പവർ ഓഫായി കഴിഞ്ഞാൽ കണ്ടൻറ്റ് നഷ്ടമാവുന്ന ടൈപ്പ് മെമ്മറിയാണ് മെയിൻ മെമ്മറി. എന്നാൽ സെക്കൻഡറി മെമ്മറിയിൽ അങ്ങനെ ഇല്ല. പവർ ഓഫായാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടായിരിക്കും, സെക്കൻഡറി മെമ്മറിയിൽ തന്നെ ഉണ്ടായിരിക്കും. അതിനെ നോൺ വോളറ്റൈൽ എന്ന് പറയും. മെയിൻ മെമ്മറി എന്താണ്, വോളറ്റൈലാണ്. അതായത് ഡാറ്റ നഷ്ടമാവും, പവർ ഇല്ലെങ്കിൽ ഡാറ്റ നഷ്ടമാവും. അതാണ് മെയിൻ മെമ്മറിയുടെ പ്രത്യേകത. ദെൻ മെയിൻ മെമ്മറിയിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞ റാൻഡം ആക്സസ് മെമ്മറി. റീഡിങ്ങും പോസിബിളാണ്, റൈറ്റിങ്ങും പോസിബിളാണ്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണല്ലോ റാമിൻ്റെ പ്രൈമറി മെമ്മറി എങ്ങനെയാണ്, വോളറ്റൈലാണ്. അതുകൊണ്ട് തന്നെ റാമും എന്താണ്, വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ പോയി കഴിഞ്ഞാൽ കണ്ടൻറ്റ് എന്താവും, ലൂസ് ആവും. പിന്നെ പ്രോസസ്സറിന് ഈ ടൈപ്പ് മെമ്മറിയിലേക്ക്, അതായത് റാമിലേക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. റാൻഡം ആക്സസ് ആണ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ റാൻഡം ആക്സസ് മെമ്മറിയെ റീഡ് ഓർ റൈറ്റ് മെമ്മറി എന്നും കൂടി പറയും. ഓക്കെ, ദെൻ SRAM. റാമിൽ വരുന്ന 2 ടൈപ്പാണ്, SRAM-ഉം DRAM-ഉം. SRAM എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാമാണ്. അത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. റീഡ് ആൻഡ് റൈറ്റ് സൈക്കിൾസ് വളരെ ചെറിയ റീഡ് ആൻഡ് റൈറ്റ് സൈക്കിൾസ് ആയിരിക്കും. സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ സ്റ്റാറ്റിക് റാമിൽ കുറേ ഇൻറ്റേർണൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുന്നുണ്ട്. ആ ഇൻറ്റേർണൽ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്താണ് ബൈനറി ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ഈ സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് പവർ എത്രത്തോളം ഉണ്ടോ അല്ലെങ്കിൽ എത്ര സമയം വരെ ഉണ്ടോ അത്രയും വരെ ആ സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷൻസ് വാലിഡ് ആയിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. കാരണം വോളറ്റൈലാണല്ലോ, റാമാണല്ലോ. റാം എന്തിൻ്റെ ബ്രാഞ്ചായിട്ട് വരുന്നതാണ്, പ്രൈമറി മെമ്മറിയുടെ ബ്രാഞ്ചായിട്ട് വരുന്നതാണ്. ഇനി SRAM എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ആണ്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ലോ ഡെൻസിറ്റി, ഹൈ പവർ, എക്സ്പെൻസീവ് ആണ്, പിന്നെ ഫാസ്റ്റ് ഇൻ ഓപ്പറേഷൻ. അത്രയുമാണ് SRAM-ൻ്റെ ഫീച്ചേഴ്സ്. ദെൻ DRAM, ഡൈനാമിക് റാം ഇതുപോലെ തന്നെ ബൈനറി ഇൻഫോർമേഷൻസ് ഇലക്ട്രിക് ചാർജസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ആ കപ്പാസിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസിൻ്റെ ഫോമിലാണ് ഇൻഫോർമേഷന് ഡൈനാമിക് റാമിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതൊരു റീഫ്രഷിങ് ടൈപ്പ് മെമ്മറിയാണ്. അതായത് പവർ എത്ര സമയം വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എത്ര സമയം വരെ പവർ ഉണ്ടോ അത്രയും വരെ എന്തുണ്ടായിരിക്കും, അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാം, ഡാറ്റ ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഇലക്ട്രിക് ചാർജ് ആയതുകൊണ്ട് അതൊരു റീഫ്രഷിങ് ടൈപ്പ് മെമ്മറിയാണെന്നാണ് പറയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ DRAM കുറച്ച് സ്ലോ ആയിരിക്കും. അങ്ങനെ എപ്പോഴും ഇങ്ങനെ റീഫ്രഷ് ചെയ്യാൻ ടൈം എടുക്കുന്നത് കൊണ്ട് DRAM എന്താണ്, സ്ലോ ആയിരിക്കും. റീഫ്രഷിങ് ടൈപ്പ് മെമ്മറി ആണെന്ന് പറഞ്ഞല്ലോ. ഓരോ മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ മില്ലി സെക്കൻഡ്സ് മെമ്മറിയിൽ നിന്ന് കണ്ടൻറ്റ് എന്ത് ചെയ്യും, ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കും. DRAM മെമ്മറിയിലെ കണ്ടൻറ്റ് എന്ത് ചെയ്യും, മെമ്മറിയിൽ നിന്ന് ഡിസപ്പിയർ ആയിക്കൊണ്ടേയിരിക്കും. വിത്തിൻ മില്ലി സെക്കൻഡാണ്, മില്ലി സെക്കൻഡുകൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പീരിയോഡിക്കായിട്ട് റീഫ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ അത് റീഫ്രഷിങ് ടൈപ്പ് മെമ്മറി ആണെന്ന്. അങ്ങനെ റീഫ്രഷ് ചെയ്യേണ്ട കാരണമാണ് പറഞ്ഞത്. എന്താണ്, വിത്തിൻ മില്ലി സെക്കൻഡ്സ് അതിലെ കണ്ടൻറ്റ്, DRAM-ലെ കണ്ടൻറ്റ് എന്ത് ചെയ്യും, ഡിസപ്പിയർ ആയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് പീരിയോഡിക്കലായിട്ട് അത് റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് സ്ലോ ആണെന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, സ്ലോ ദാൻ SRAM-നേക്കാളും സ്ലോ ആണ്. റിഫ്രഷ് ചെയ്യാൻ അവിടെ ടൈം പോകുന്നുണ്ട്. DRAM ഓഫേഴ്സ് റിഡ്യൂസ്ഡ് പവർ കൺസംഷൻ. കുറച്ച് പവർ മതി DRAM-നെ SRAM-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. DRAM-ന് കുറച്ച് പവർ മതി, പക്ഷേ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ഒരു സിംഗിൾ മെമ്മറി ചിപ്പിനകത്ത് വലിയ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് DRAM-ന് ഉള്ളത്. ദെൻ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ ROM എന്ന് പറയും.
റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, റീഡിങ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്, റീഡ് ഓൺലി. പിന്നെ റോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡസ് നോട്ട് ലൂസ് ഇറ്റ്സ് കണ്ടൻസ് വെൻ ദ പവർ ഈസ് ടേൺഡ് ഓഫ്. പവർ നഷ്ടമായാലും കണ്ടൻറ്റ് എന്താവില്ല, നഷ്ടമാവില്ല. നോൺ വോളറ്റൈൽ ടൈപ്പ് മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ദെൻ മൈക്രോ പ്രോസസ്സറിന് റീഡ് ചെയ്യാൻ മാത്രമാണ് മൈക്രോ പ്രോസസ്സറിന് സാധിക്കുക. റീഡ് ഓൺലി മെമ്മറിയാണ്. പിന്നെ റോമിൽ വരുന്ന ടൈപ്സ് ആണ് പി റോം, പ്രോഗ്രാമബിൾ റോം, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം, ഫ്ലാഷ് മെമ്മറി. ഇത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. റോമിനകത്ത് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ സച്ച് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ആണ് റോമിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ഓപ്പറേഷന് പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പ്. ബൂട്ടിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കമ്പ്യൂട്ടർ ഓണായി വരാൻ വേണ്ട, അത് സ്റ്റാർട്ട് ചെയ്ത് വരാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഏതിലാണ് ഉണ്ടാവുക, റോമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ആവാൻ വേണ്ടി സഹായിക്കുന്നത് ഏത് മെമ്മറിയാണ്, റോമാണ്. അപ്പോൾ അതിൻ്റെ പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന്. റോം ചിപ്സ് ആർ നോട്ട് ഓൺലി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ബട്ട് ഓൾസോ ഇൻ അതർ ഇലക്ട്രോണിക് ഐറ്റംസ്. അത് റോം ചിപ്സ് കമ്പ്യൂട്ടറിനകത്ത് മാത്രമല്ല. ഇപ്പോൾ റോം എന്തിനാണ്, ബൂട്ടിങ്ങിന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കമ്പ്യൂട്ടറിനകത്ത് മാത്രമല്ല, വേറെയും കുറേ ഇലക്ട്രോണിക് ഡിവൈസസിൽ റോം യൂസ് ചെയ്യുന്നുണ്ട്. സജസ് വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, അതിലൊക്കെ റോം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പി റോം പ്രോഗ്രാമബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പി റോം വാങ്ങിക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും തരിക. നമുക്ക് കിട്ടുക പി റോം ബ്ലാങ്ക് ആയിട്ടുള്ള പി റോം ആയിരിക്കും. അതായത് ഒന്നും ഉണ്ടായിരിക്കില്ല, ഡാറ്റാസ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് റൈറ്റ് ചെയ്യാം. അതിനെ പ്രോഗ്രാം ചെയ്യാമെന്നാണ് പറയുക. അതായത് പി റോം പ്രോഗ്രാം ചെയ്യാമെന്നാണ് പറയുക. ഡാറ്റ അതിലേക്ക് വേണ്ടേ, എന്നാലല്ലേ റീഡ് ഓൺലി ആക്കാൻ പറ്റുക. ഒറ്റ തവണ അതിലേക്ക് റൈറ്റ് ചെയ്യുന്നു. നമുക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒറ്റ തവണ റൈറ്റ് ചെയ്യുന്നു. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പിന്നീട് റീഡ് ഓൺലി മെമ്മറി ആയി മാറുന്നു. അതായത് ദിസ് മെമ്മറി ഹാസ് നിക്രോം ഓർ പോളിസിലിക്കൺ വയേഴ്സ്. പി റോമിനകത്ത് നിക്രോം അല്ലെങ്കിൽ പോളിസിലിക്കൺ വയേഴ്സ് വെച്ചിട്ട് ഒരു മെട്രിക്സ് രീതിയിലാണ് ഈ മെമ്മറി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ വയേഴ്സ് നമുക്ക് ഡയോഡ്സ് അല്ലെങ്കിൽ ഫ്യൂസ് ഒക്കെ ആയിട്ടാണ് കാണാൻ സാധിക്കുക. ഡാറ്റ പി റോം ചിപ്സിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു പി റോം പ്രോഗ്രാമർ ഉണ്ടായിരിക്കും. അതിനെ പി റോം ബേണർ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ പി റോം ബേണറാണ് അതിന് യൂസ് ചെയ്യുക. പി റോം ബേണർ അല്ലെങ്കിൽ പി റോം ബേണിംഗ് പ്രോസസ്സ് അങ്ങനെയൊക്കെ പറയും. ഇത് പി റോം പ്രോഗ്രാം ചെയ്യുന്നതിന് അല്ലെങ്കിൽ പി റോമിനകത്തേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുക, അതിന് തന്നെയാണ് എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പി റോം പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പി റോമിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാണ്. ആ പ്രോസസ്സിന് എന്ത് പറയാം, ബേണിംഗ് ദ പി റോം എന്ന് പറയാം. അതിന് യൂസ് ചെയ്യുന്നതാണ് എന്ത്, പി റോം പ്രോഗ്രാമർ അല്ലെങ്കിൽ പി റോം ബേണർ അങ്ങനെയും പറയും. ഓക്കെ, ഇനി ഒരിക്കൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതെന്താണ്, റീഡ് ഓൺലി ആണ്. സോ അതിനെ വൺ ടൈം പ്രോഗ്രാമബിൾ ഡിവൈസ് എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. എന്ന് വെച്ചാൽ എന്താണ്, ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഈ റോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻ റൈറ്റ് ചെയ്ത് വെക്കാം. ഒരു പ്രോഗ്രാമർ എക്യുപ്മെൻറ്റ് വെച്ച്, ഈ പി റോം പ്രോഗ്രാമർ എക്യുപ്മെൻറ്റ് വെച്ച് ഇൻഫോർമേഷൻ എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്യുന്നത് കൂടാതെ എന്ത് ചെയ്യാം, ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ റൈറ്റ് ചെയ്ത കണ്ടൻറ്റ് എന്നാണോ അതിനെ ഇറേസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കൂടി ഈ പി റോമിനുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പി റോമിനകത്തുള്ള ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിക്കകത്തുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇറേസ് ചെയ്ത് റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ although information entered is not lost when power is switched off. അതായത് പവർ ഓഫ് ആയി കഴിഞ്ഞാലും നമുക്ക് ഈ പി റോമിനകത്തുള്ള ഡാറ്റ ലോസ് ആവില്ല. ഇനി എങ്ങനെയാണ് ഇറേസ് ആയി പോകുന്നത്, ഈ പി റോം ചിപ്പിൻ്റെ മുകളിലായിട്ട് ഒരു കോഡ്സ് വിൻഡോ ഉണ്ടായിരിക്കും. ആ കോഡ്സ് വിൻഡോൻ്റെ മേലെ ഒരു സ്ട്രോങ് അൾട്രാവയലറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇറേസിങ് സംഭവിക്കുന്നത്. ഈ പി റോമിലെ കണ്ടൻറ്റ് ഇറേസ് ചെയ്യാൻ സാധിക്കുന്നത്. വിത്ത് ദ എക്സ്പോഷർ ഓഫ് സ്ട്രോങ് ultraviolet light from a very close distance on the codes window of EEPROM chip, we can erase the content of EEPROM. EEPROമിൻ്റെ പുറമേയുള്ള കോഡ്സ് വിൻഡോൻ്റെ തൊട്ടടുത്തായിട്ട് ക്ലോസ് ഡിസ്റ്റൻസിൽ, ചെറിയ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഒരു സ്ട്രോങ് അൾട്രാവയലറ്റ് ലൈറ്റ് അടിക്കുകയാണ്.
എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന് വന്ന് തട്ടുമ്പോൾ ആ വിൻഡോയിൽ വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഈ PROMിലെ കണ്ടൻറ്റ് ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കും. ദെൻ ഇലക്ട്രിക്കലി ഇറേസബിൾ ഓർ ആൾട്ടറബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇലക്ട്രിക്കലി ഇറേസബിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇറേസബിൾ PROM ആണ്, ഇത് ഇലക്ട്രിക്കലി ഇറേസബിൾ PROM ആണ്. ഇറേസബിൾ PROM എങ്ങനെയാണ് ഇറേസ് ചെയ്ത് കളഞ്ഞത്? അൾട്രാവയലറ്റ് റേസ് വെച്ചിട്ടാണ് അല്ലേ. ഇത് ഇലക്ട്രിക്കലി ഇറേസബിൾ ആണ്, വെറുതെ ഇറേസ് ചെയ്യില്ല, ഇലക്ട്രിക്കലി ആണ് അതെന്ത് ചെയ്യുന്നത്, ഇറേസ് ചെയ്ത് കളയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം എന്താണെന്നുള്ളത് കിട്ടും. ഇതിലും അതുപോലെ തന്നെ ഈ PROM പ്രോഗ്രാമർ എക്യുപ്മെൻറ്റ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത്, അതായത് അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൈറ്റ് ചെയ്ത ശേഷം റോമിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്ത ശേഷം അതിനെന്ത് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. കാരണം ഇറേസബിൾ ആണല്ലോ, ഇറേസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. This although information entered is not lost at the time of power is switched off, it can be possibly to erase it and then write new information. പവർ നഷ്ടമായാലും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻ നഷ്ടമാവില്ല, ഇൻഫോർമേഷൻ അതിൽ തന്നെ ഉണ്ടാവും. കൂടാതെ ഇറേസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് ഇറേസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഇൻഫോർമേഷൻ അതിലേക്ക് റൈറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ UV റേസ് വെച്ചിട്ടാണ് ഇറേസബിൾ PROM നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞത് ഡാറ്റ. എന്നാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ PROMിൻ്റെ കേസിൽ ഇറേസ് ചെയ്ത് കളയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ടാണ്. UV റേസ് വെച്ചിട്ടല്ല, ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറിയിൽ ഡാറ്റ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും റൈറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി നമുക്ക് മൊത്തത്തിൽ ഇറേസ് ചെയ്ത് കളയാൻ പറ്റില്ല. അതിനെ ഒന്നുകിൽ എൻറ്റയർ ലെവലിൽ ചെയ്യാം, അല്ലെങ്കിൽ സെക്ടറായിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിലൊക്കെയാണ് ഇറേസ് ചെയ്ത് കളയാൻ പറ്റുക. അതായത് ചില പാർട്സ് മാത്രമായിട്ട് എടുത്തിട്ടാണ് ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കുക. എത്ര തവണ വേണമെങ്കിലും നമുക്കത് ഇറേസ് ചെയ്യാം. മില്യൺ ടൈംസ് ആണ്, അറ്റ്ലീസ്റ്റ് 1,000,000 ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാനും പറ്റും ഈ ഫ്ലാഷ് മെമ്മറി ചിപ്സുകൾ. അതുപോലെ ഈ ഫ്ലാഷ് മെമ്മറി ചിപ്പ് പ്രോഗ്രാം ചെയ്യാൻ, അതായത് അതിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ട പവർ സപ്ലൈ എന്ന് പറയുന്നത് 12 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് ആയിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പോൾ അത്രയൊന്നും വേണ്ട, ഇപ്പോൾ വളരെ കുറവ് മതി. 1.8 വോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്ലാഷ് മെമ്മറിയിലേക്ക് പ്രോഗ്രാം ചെയ്യാം, അതായത് റൈറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോ പവർ സിസ്റ്റത്തിനാണ്, ലോ പവർ ആവശ്യമുള്ള സിസ്റ്റത്തിലാണ് കൂടുതലായിട്ടും ഫ്ലാഷ് മെമ്മറി യൂസ് ചെയ്യാറ്. ദെൻ സെക്കൻഡറി മെമ്മറി ഓൾസോ നോൺ ആസ് ഓക്സിലറി മെമ്മറി. ഓക്സിലറി മെമ്മറി എന്നുകൂടി സെക്കൻഡറി മെമ്മറിയെ പറയും. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊസസ്സറിന് എന്ത് ചെയ്യാം, കൺട്രോൾ യൂണിറ്റ് കാൺ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെക്കൻഡറി മെമ്മറി. ഡയറക്റ്റ് ആക്സസ് പോസിബിൾ അല്ല. നമ്മൾ മെയിൻ മെമ്മറിയുടെ കാര്യത്തിൽ പറഞ്ഞു, എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും അല്ലേ. പ്രൈമറി മെമ്മറിയും സി പി യുവിന് എന്ത് ചെയ്യാം, പ്രൈമറി മെമ്മറീനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സെക്കൻഡറി മെമ്മറിക്ക് അതിന് സാധിക്കില്ല. കൺട്രോൾ യൂണിറ്റിന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതായത് CPU-ന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നോൺ വോളറ്റൈൽ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. അതായത് പവർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡാറ്റ നഷ്ടമാവില്ല. പവർ പോയാലും സ്വിച്ച് ഓഫ് ആക്കിയാലും എന്താവില്ല, ഡാറ്റ നഷ്ടമാവില്ല. അങ്ങനെ എക്സാമ്പിൾസാണ് സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾസാണ് മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്ക്, പെൻ ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക്, അങ്ങനെയുള്ളതൊക്കെ. അതിൽ നമുക്ക് മാഗ്നറ്റിക് ഡിസ്ക് എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എന്താണ്, ഒരു സർക്കുലർ ടൈപ്പ് ഡിസ്ക് ആണ് അല്ലേ. ഇതൊരു സർക്കുലർ പ്ലേറ്റ് ആണ്. അത് മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മേലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് അല്ലെങ്കിൽ ഒരു മെറ്റൽ കോട്ടിംഗ് വെച്ചിട്ട് ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, അതാണ് മാഗ്നറ്റിക് ഡിസ്ക്. ഓക്കെ, അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് ഒരു സ്പിൻഡിൽ, നടുവിലൊരു സ്പിൻഡിൽ, ഒരു കോല് പോലെയുള്ള സാധനം, അതാണ് സ്പിൻഡിൽ. ആ സ്പിൻഡിലിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാക്കായിട്ട് എന്ത് ചെയ്യാം, ഡിസ്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അതിൽ ഓരോന്നിനും എന്തുണ്ടായിരിക്കും, ഒരു റീഡ് ഓർ റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും ഓരോന്നിൻ്റെയും സർഫസിൽ. അതിലുള്ള ഓരോ ഡിസ്കിൻ്റെയും സർഫസിൽ എന്തുണ്ടായിരിക്കും, ഒരു റീഡ് ഓർ റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഫിഗർ. അതായത് ഇതിപ്പോൾ ഒരു മാഗ്നറ്റിക് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഡ് ഓർ റൈറ്റ് ഹെഡ് കാണാം നിങ്ങൾക്ക്. അത് കൂടാതെ ഈ ഡിസ്കിൻ്റെ സർഫസിനെ ഡിഫറെൻറ്റ് ട്രാക്കും സെക്ടറും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ
സർക്കുലർ ഷേപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. സെക്ടർ എന്ന് പറയുന്നത് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഓരോ സെക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റൈസ്ഡ് സർഫസിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്, ബിറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. എലോങ് കോൺസെൻട്രിക് സർക്കിൾസ് കോൾഡ് ട്രാക്സ്. അതിനകത്ത് വരുന്ന ആ കോൺസെൻട്രിക് സർക്കിൾസിനെ പറയുന്ന പേരാണെന്ത്, ട്രാക്ക് എന്നുള്ളത്. ട്രാക്കിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെക്ഷൻസ് ആയിട്ട്. അതിനെയാണ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസ്കിൻ്റെ സർഫസിനെയാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് ട്രാക്കും സെക്ടേഴ്സും ആക്കുന്നത്. അതിലെ കോൺസെൻട്രിക് സർക്കിൾസിനെ പറയുന്ന പേരാണ് ട്രാക്ക്. ട്രാക്കിനെ ഡിവൈഡ് ചെയ്ത് സെക്ഷൻസ് ആക്കിയതാണ് എന്ത്, സെക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ചില ഡിസ്കുകൾ സിംഗിൾ റീഡോറൈറ്റ് ഹെഡാണ് ഓരോ ഡിസ്ക് സർഫസിലും യൂസ് ചെയ്യുക. അതായത് ഓരോ ഡിസ്ക് സർഫസിനും സെപ്പറേറ്റ് റീഡോറൈറ്റ് ഹെഡ് യൂസ് ചെയ്യും. എന്നാൽ ചില സിസ്റ്റത്തിൽ സെപ്പറേറ്റ് റീഡോറൈറ്റ് ഹെഡാണ് പ്രൊവൈഡ് ചെയ്യുക. ഓരോ ട്രാക്കിനും എന്താ ഉണ്ടാവുക, ഓരോ റീഡോറൈറ്റ് ഹെഡാണ് ഉണ്ടാവുക. ചിലതിൽ എങ്ങനെയാണ്, ഒരൊറ്റൊന്ന് മതി, സിംഗിൾ റീഡോറൈറ്റ് ഹെഡ് മതി. എന്നാൽ മറ്റ് ചില സിസ്റ്റത്തിൽ ഓരോ ട്രാക്കിനും സെപ്പറേറ്റ് റീഡോറൈറ്റ് ഹെഡ് ആവശ്യമായിട്ട് വരും. ഇനി നെക്സ്റ്റ് ആണ് മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ സ്റ്റോറേജ് മീഡിയം ആണ്. അതിനകത്ത് ഒരു തിൻ പ്ലാസ്റ്റിക് സ്ട്രിപ്പിൻ്റെ മേലെ ഒരു മാഗ്നറ്റിക് കോട്ടിംഗ് ആണ് മാഗ്നറ്റിക് ടേപ്പിൽ ഉണ്ടാവുക. മിക്ക റെക്കോർഡിംഗ് ടേപ്പും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അതായത് ഒരു മാഗ്നറ്റിക് കോട്ടിംഗ് വെച്ചിട്ട് പ്ലാസ്റ്റിക് സ്ട്രിപ്പിൻ്റെ മേലെ മാഗ്നറ്റിക് കോട്ടിംഗ് ആണ് കൊടുക്കാറ് മിക്ക മാഗ്നറ്റിക് ടേപ്പിലും. അത് വീഡിയോ ആയിക്കോട്ടെ ഓഡിയോ സ്റ്റോറേജിനായിക്കോട്ടെ ഏതിനായാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കൂടാതെ അത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഇനി പ്രൈമറിക്കും സെക്കൻഡറിക്കും ഇടയിലുള്ള ഡിഫറൻസ്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യുകയാണ്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, ടെമ്പററി ആണ്. സെക്കൻഡറി മെമ്മറി എന്താണ്, പെർമനൻ്റ് ആണ്. അത് പവർ ഓഫ് ചെയ്താലും അതിലെ ഡാറ്റ അതിൽ തന്നെ ഉണ്ടായിരിക്കും, അല്ലേ, നോൺ വോളറ്റൈലാണ്. ദെൻ പ്രൈമറി മെമ്മറി ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും CPU-ന്, എന്നാൽ സെക്കൻഡറി മെമ്മറി ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ നാച്ചർ ഓഫ് പാർട്സ് ഓഫ് പ്രൈമറി മെമ്മറി വാരീസ്. പാർട്സ് എന്ത് ചെയ്യും, വാരി ചെയ്യും. റാം എന്താണ്, വോളറ്റൈലാണ്. റോം നോൺ വോളറ്റൈലാണ്. സെക്കൻഡറി മെമ്മറി ഓൾവേസ് നോൺ വോളറ്റൈലാണ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി ഡിവൈസസ് കൂടുതൽ എക്സ്പെൻസീവ് ആണ് സെക്കൻഡറി സ്റ്റോറേജിനേക്കാളും. സെക്കൻഡറി മെമ്മറി ഡിവൈസ് എന്താണ്, എക്സ്പെൻസ് കുറവാണ്. പ്രൈമറി മെമ്മറി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്സ്പെൻസ് കുറവാണ്. ദെൻ മെമ്മറി ഡിവൈസസ് യൂസ്ഡ് ഫോർ പ്രൈമറി മെമ്മറി ആ സെമി കണ്ടക്ടർ മെമ്മറീസ് ആണ്. അത് പ്രൈമറി മെമ്മറിയിൽ യൂസ് ചെയ്യുന്ന മെമ്മറി ഡിവൈസസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെമ്മറീസ് ആണ്. എന്നാൽ സെക്കൻഡറി മെമ്മറിയിൽ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മെമ്മറീസ് ആണ്. ഓക്കെ, അതുപോലെ പ്രൈമറി മെമ്മറിയെ നമ്മൾ മെയിൻ മെമ്മറി അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയും. സെക്കൻഡറി മെമ്മറിയെ എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്നും പറയും. അത്രയാണ് പ്രൈമറി മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഡിഫറൻസ് വരുന്നത്.